ഇന്ത്യക്കാർക്കുള്ള വിസാരഹിത പ്രവേശനം പൂർണ്ണമായി പിൻവലിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് തായ്ലൻഡ് സർക്കാർ പിന്മാറി. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന 60 ദിവസത്തെ ഇളവ് 30 ദിവസമായി ചുരുക്കിക്കൊണ്ടാണ് തായ്ലൻഡ് മന്ത്രിസഭ പുതിയ ഉത്തരവ് അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ യാത്രാരീതികൾ കണക്കിലെടുത്താണ് 30 ദിവസത്തെ വിസാരഹിത പ്രവേശനം തുടരുവാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതെന്ന് തായ് ടൂറിസം മന്ത്രി സുരാസാക് പഞ്ചരയോഗൻ വെർഗ്വൽ അറിയിച്ചു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ വിസാരഹിത പ്രവേശനം നിർത്തലാക്കുവാൻ സർക്കാർ നീക്കം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയതോടെയാണ് പൂർണ്ണമായി നിർത്തലാക്കാതെ കാലാവധി കുറച്ച് ഇളവ് നിലനിർത്തുവാൻ സർക്കാർ തയ്യാറായത്. തായ്ലൻഡിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ചൈനയും മലേഷ്യയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്ത് ഇന്ത്യക്കാരാണ് ഉള്ളത്. നിലവിൽ ചൈന, മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് 60 ദിവസം വരെ വിസയില്ലാതെ തുടരുവാൻ അനുമതിയുണ്ട്. മുൻപ് ഇന്ത്യയടക്കം 93 രാജ്യങ്ങൾക്ക് തായ്ലൻഡിൽ 60 ദിവസത്തെ വിസാരഹിത പ്രവേശനം അനുവദിച്ചിരുന്നെങ്കിലും പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇത് 54 രാജ്യങ്ങളായി ചുരുക്കുവാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറമെ ക്രൊയേഷ്യ, ബൾഗേറിയ, സൈപ്രസ്, മാൾട്ട, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും പുതുതായി 30 ദിവസത്തെ വിസാരഹിത പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഇതോടെ ഈ ആനുകൂല്യങ്ങളുടെ രാജ്യങ്ങളുടെ ആകെ എണ്ണം 60 ഉയർന്നു. തായ് പാസ്പോർട്ട് ഉടമകൾക്ക് യൂറോപ്പിലുള്ള ഷെങ്കൻ വിസ എളുപ്പമാക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി 27 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ഈ പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.